എല്ലാവരും ഈ പ്രീബയോട്ടിക് അല്ലെങ്കിൽ പ്രോബയോട്ടിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പലർക്കും ഇവ എന്താണെന്നും ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും അറിയത്തില്ല. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ജീവനോടെയുള്ള നല്ല ബാക്ടീരിയയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയാറ്. ഇത് നമ്മുടെ കുടലിലുള്ള ഗട്ടിലാണ് കാണപ്പെടാറ്. ഇവ നമ്മുടെ ദഹനത്തെയൊക്കെ സഹായിക്കാനും കൂടാതെ ഗ്യാസ് ട്രബിൾ കുറക്കാനും പിന്നീട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുത്താനും സഹായിക്കും. സാധാരണ ഈ പ്രോബയോട്ടിക്കിനെ തൈര് അല്ലെങ്കിൽ യോഗട്ട്, ബട്ടർ മിൽക്ക്, ഇഡ്ഡലി, ദോശ അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് വഴിയൊക്കെ ലഭിക്കും. ഇനി എന്താണ് പ്രീബയോട്ടിക്സ്? നേരത്തെ നമ്മൾ നല്ല ബാക്ടീരിയ കൊണ്ട് പറഞ്ഞില്ലേ, അതായത് പ്രോബയോട്ടിക്സിനെ കുറിച്ചിട്ട്. ഈ പ്രോബയോട്ടിക്സിൻ്റെ ഭക്ഷണത്തെയാണ് നമ്മൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇവയാണ് ഈ നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രീബയോട്ടിക്സിനെ പഴം, ആപ്പിൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഓട്സ് എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ സൈനികരാണെങ്കിൽ ഈ പ്രീബയോട്ടിക് ആ സൈനികർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ പ്രോബയോട്ടിക്സിനെ സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിലും കഴിക്കേണ്ടി വരും. കാരണം നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനെ വീണ്ടെടുക്കാൻ നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിൽ ഒരു പ്രോബയോട്ടിക് കഴിക്കേണ്ടി വരും. പ്രോബയോട്ടിക് നല്ലൊരു ബാക്ടീരിയ ആണെങ്കിൽ പ്രീബയോട്ടിക് ആ ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്തി ആവുകയും കൂടാതെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും.